നിയന്ത്രണം വിട്ട് ആറ്റിൽ വീണ കാറ് വാടകയ്ക്കെടുത്ത കാറായിരുന്നു. അതിൽ മഹാരാഷ്ട്ര സ്വദേശികളാണ് ഉണ്ടായത്. രണ്ടുപേരും മരിച്ചു എന്ന ദാരുണമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത. ഇവർ രണ്ടുപേരും വിനോദസഞ്ചാരത്തിന് എത്തിയതാണോ മറ്റാവശ്യങ്ങൾക്ക് എത്തിയതാണോ എന്ന കാര്യത്തിലടക്കം വ്യക്തതയില്ല. ഇവർ മെയിൻ റോഡിലൂടെ കൊച്ചിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് വഴി മാറി ഇത്തരത്തിലൊരു ഇടവഴി കയറുകയും അവിടെ നിന്ന് ഒരു 50 മീറ്റർ മാത്രം സഞ്ചരിക്കുകയും വഴി പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡൈവേർഷൻ എടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അത് എടുത്തില്ല, നേരെ ആറിലേക്ക് വീണു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദൃക്സാക്ഷികളടക്കം അങ്ങനെയാണ് നമ്മോട് സൂചിപ്പിക്കുന്നത്. ഏകദേശം 8:15 കൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, നമുക്ക് അറിയേണ്ടതിന് ഇവരെക്കുറിച്ച് വിശദാംശങ്ങളാണ്. മരിച്ചുപോയവർ മഹാരാഷ്ട്ര സ്വദേശികളാണെന്നും ഒരാളുടെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റേയാൾ ആരാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിലുണ്ടോ? സുഹൈൽ, നിലവിൽ ആ പുരുഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അത് ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും വാഹനം റെന്റിനെടുത്തതാണ്, വാടകയ്ക്കെടുത്തതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് ആ വിവരങ്ങൾ എടുക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര സ്വദേശികളാണെന്നുള്ളൊരു വിവരം തന്നെയാണ് പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഏകദേശം 8:15 കൂടിയാണ് ഈ അപകടം നടന്നത് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. നമുക്ക് ആ വാഹനം കാണാം. നിസാൻ മൈക്രയുടെ വാഹനമാണ്, റെന്റ് വണ്ടിയാണ്. KL7 CK 1239 എന്ന് പറയുന്ന നമ്പറിലുള്ള വാഹനമാണ്. ആ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കോട്ടയം ഭാഗത്ത് നിന്ന്, അതായത് കുമരകം കടന്ന് കോട്ടയം ഭാഗത്ത് നിന്നും നേരെ എറണാകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനമാണ്. കുമരകത്തുകൂടിയുള്ള പ്രധാന റോഡിലൂടെ വന്ന വാഹനം ഈ പാലം കയറുന്നതിന് തൊട്ട് മുമ്പ് സൈഡിലുള്ള ഒരു ചെറിയ ഇടവഴിയിലേക്ക് ഈ വാഹനം നേരെ വരുന്നു. അവിടെ നിന്ന് ആ വാഹനം ആ വഴിയിലൂടെ ഒരു 10-20 മീറ്റർ മാത്രമേ ഉള്ളൂ. ആ വഴിയിലൂടെ വന്ന് നേരെ ഈ ആറ്റിലേക്ക് വീഴുകയായിരുന്നു, പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ചെറിയ വഴിയാണ്. ആ വഴി അവിടെ വന്ന് ഇടത്തേക്ക് തിരിയേണ്ടതാണ്. പക്ഷേ ആ വാഹനം ഇടത്തേക്ക് തിരിയാതെ നേരെ വാഹനം ഈ പുഴയിലേക്ക് വീണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃക്സാക്ഷിയായിട്ടുള്ള ആന്റണി എന്ന് പറയുന്ന ചേട്ടൻ നമ്മളോട് പറഞ്ഞതും പങ്കുവച്ചതും അതുതന്നെയാണ്. ഉടൻ തന്നെ അദ്ദേഹവും അതുപോലെ തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി. പക്ഷേ ഈ വാഹനം ഉയർത്താനുള്ളൊരു ശ്രമം അത് വിജയിച്ചില്ല. തുടർന്നാണ് തൊട്ടു പിന്നാലെ കോട്ടയത്ത് നിന്നും വൈക്കത്ത് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും എല്ലാം എത്തി വാഹനം ഉയർത്തിയത്. വാഹനം ഉയർത്തിയപ്പോൾ ഈ വാഹനത്തിന്റെ ചില്ല് തകർത്താണ് രണ്ടുപേരെയും പുറത്തെടുത്തത്. അവരെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോൾ രണ്ടുപേരും മരണപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഇവരെന്തിനാണ് കേരളത്തിലെത്തിയത്, കൊച്ചിയിലെത്തിയത്, കുമരകത്തിലെത്തിയത് എന്നതിനെക്കുറിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ല. വിനോദസഞ്ചാരികളായിരുന്നു അതോ മറ്റെന്തെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണോ എന്നത് ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാരോട് പലരോടും അന്വേഷിക്കുന്നുണ്ട്. പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഇറങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഫയർഫോഴ്സും ഇവിടെ എത്തിയെന്നാണ് മനസ്സിലായത്. ചേട്ടാ, രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയായിരുന്നോ? ഒരുപാട് താഴോട്ട് പോയായിരുന്നോ? ഞങ്ങൾ വന്നു കഴിഞ്ഞാണ് പിടിച്ച് കയറ്റുന്നത്. ഞങ്ങൾ കായലിൽ മീൻ പിടിക്കാൻ പോയിരിക്കായിരുന്നു. അപ്പൊ അറിഞ്ഞോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പലരും ഇവിടെ എത്തിയിരുന്നു. ഈ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ ഈ പാലത്തിന്റെ സമീപത്തൊക്കെ വൈകുന്നേരമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെയെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ പലരും ഈ കാഴ്ച നേരിട്ട് കണ്ടവർ ഉണ്ട്. ഇങ്ങനെ വാഹനം വന്ന് വീഴുന്നത് കണ്ടു. പക്ഷേ വാഹനം പെട്ടെന്ന് തന്നെ വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനം ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നടത്താൻ സാധിക്കാതിരുന്നത്. വാഹനം താഴേക്ക് വെള്ളത്തിനടിയിലേക്ക് പോയ ഉടൻ തന്നെ ആളുകൾ പിന്നാലെ ചാടി ഈ വാഹനത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൈയും കാലും ഉയർത്തി കാണിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് പലരും കണ്ടു. അങ്ങനെയാണ് പലരും ഈ വാഹനം പോയതിന് പിന്നാലെ തന്നെ വെള്ളത്തിലേക്ക് ചാടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. തൊട്ടു പിന്നാലെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചു. അവർ ഇവിടേക്ക് എത്തി വാഹനം ഉയർത്തി പുറത്തെടുക്കുമ്പോൾ ഏകദേശം 9 മണിയോടുകൂടി 9 മണിയായിരുന്നു. അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കുട്ടികൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള സംശയം ഉണ്ടായിരുന്നു. ആദ്യമേ കൂടുതൽ ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആളുകൾ ആരും തന്നെ ഇല്ല എന്ന അന്വേഷണത്തിൽ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മനസ്സിലായി. ദാരുണമായ ഒരു വാർത്തയാണ് കോട്ടയത്ത് നിന്ന് വരുന്നത്. കാറ് ആറ്റിലേക്ക് വീണ് 2 പേർ മരിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര സ്വദേശികളാണ്. കൊച്ചിയിലേക്ക് പോകും വഴിയാണ് അപകടം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റെന്റഡ് കാറായിരുന്നു.
അവർ നേരെ കൊച്ചി റോഡിലൂടെ പോകുന്ന വഴിക്ക് ഒരു പാലത്തിനടുത്ത് വെച്ച് അറിയാതെ വഴിതെറ്റി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 20ഓ 50ഓ മീറ്റർ മാറി അപകടം സംഭവിക്കുകയായിരുന്നു. ഒരു ഡൈവേർഷൻ എടുക്കേണ്ട ഇടമായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. 8:20 കൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. നാട്ടുകാർ പ്രാഥമിക രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടെങ്കിലും വളരെ വൈകി മാത്രമാണ് ആ കാർ പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത്. ദാരുണമായി നമുക്ക് അവരാരെയും രക്ഷിക്കാനായില്ല. രണ്ടുപേരും മരിച്ചിരിക്കുന്ന അതിദാരുണമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഇവരുടെ മൃതദേഹം ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലാണുള്ളത്.